ഇന്ന് നമ്മൾ വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ. പക്ഷെ വേറൊരു പണിയുണ്ട്. വീട്ടിലുള്ള നായ്ക്കുട്ടിയെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം. ആദ്യം ഒന്ന് ഓട്ടോറിക്ഷയിൽ കയറി പോകാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു വഴിയില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ദിവസമായിട്ടേ ഇയാളുടെ പുറത്തൊക്കെ ഇങ്ങനെ ഓരോരോരോ ചെറിയ ഇങ്ങനെ ഒരു സ്ക്രാച്ച് പോലെ വരിക. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നുക. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി. ബിസ്ക്കറ്റൊക്കെ ഉണ്ട് വേണ്ടേ? ബിസ്ക്കറ്റ് അല്ല, നായ്ക്ക് കൊടുക്കുക. ഈ ഉള്ള ബിസ്ക്കറ്റ് കയ്യിലെടുക്കാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ കാണിച്ചു തരാം. വണ്ടി കയറി ഇയാളാകെ ഹാലിളകും. കാറിൽ കയറി വലിയ പരിചയമില്ലാത്തതുകൊണ്ടേ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കരച്ചിലാവും. ഇന്നിപ്പോ എന്തായാലും കരയോന്നറിയില്ല. എന്തായാലും പോയോക്കാൻ തീരുമാനിച്ചു. ബാക്കിൽ അമ്മ ഇരുന്നു, ഫ്രണ്ടിൽ ഞാനും ഇരുന്നു. എന്തായാലും എന്താണ് അവസ്ഥ എന്നുള്ളത് തുടക്കം മുതൽക്കേ ചെറിയൊരു അക്രമകാരി ആയിരുന്നു ആള്. ഇടയ്ക്കൊക്കെ പുറത്തത്തെ കാഴ്ച കാണുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കും. പക്ഷെ കൂടുതൽ സമയവും കരച്ചിലോട് കരച്ചിൽ തന്നെയായിരുന്നു. മഞ്ചേരിയുള്ള മൃഗാശുപത്രിയിലാട്ടോ പോണത്. നമ്മള് സ്ഥിരമായിട്ട് വാക്സിനൊക്കെ ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അവിടുത്തെ ഡോക്ടറൊക്കെ നമുക്ക് അറിയുന്ന ഒരാളാണ്. ഇപ്പൊ ആരാണെന്ന് അറിയില്ല. പോയപ്പോ തന്നെ നമ്മളെ വേറൊരാൾ അവിടെ കാത്തുക്കുണ്ട് കേട്ടോ. ഇനി ഓല് തമ്മിലൊരു അടിയാവണ്ടെന്ന് കരുതി ഇയാളെ വണ്ടിയിൽ തന്നെ ഇരുത്തി. പോയ സമയം ചെറിയൊരു കുറവുണ്ടായിരുന്നു നമ്മുടെ മഴയ്ക്ക്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ആളെ ഇറക്കി അവിടെ നമ്മൾ കാത്തു നിന്നു. അവിടെ ആദ്യം ഒരു ടോക്കണൊക്കെ എടുക്കണം, അതിന്റെ ഒരു പൈസയൊക്കെ കൊടുക്കണം കേട്ടോ. ആ സമയം തന്നെ നമ്മളൊപ്പം കൊണ്ടുവന്ന ഒരാൾക്ക് അവിടെ ഒരു ഇഞ്ചക്ഷൻ വെക്കണ കണ്ടിട്ട് പേടിച്ച് ഇവിടെ വേറൊരാള് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഡോക്ടർ ബ്രോ എന്താണ് പ്രശ്നം എന്നൊക്കെ നോക്കി, എന്നിട്ടൊന്ന് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊന്ന് തൂക്കി നോക്കി. പിന്നെയാണ് ഇഞ്ചക്ഷൻ അടിച്ചത്. ഇന്നൊരു കാര്യം മനസ്സിലാക്കി, കയ്യിൽ പിടിച്ചു കഴിഞ്ഞ് ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ വലിയ സൗണ്ട് ഉണ്ടാക്കില്ല എന്നുള്ളത്. അപ്പോഴേക്ക് ചെറിയ മഴയൊക്കെ പെയ്തു കേട്ടോ. എന്തായാലും ഇനി അടുത്ത 3 ആഴ്ച തുടർച്ചയായിട്ട് ഈ ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു സന്തോഷം കണ്ടില്ലേ. എന്തായാലും ഞാൻ വീട്ടിലെത്താൻ കാത്തുകയായിരുന്നു. ഒരു ആമസോൺ ഡെലിവറി ഉണ്ട്. ഈ സാധനം എന്താണെന്നുള്ളത് അടുത്തൊരു റീലിൽ പറയാട്ടോ. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് ബായ്.